ത്രിമൂർത്തികളിൽ ഒരാളാണ് ഭഗവാൻ ശിവൻ. അദ്ദേഹം താമസിക്കുന്ന സ്ഥലമാണ് കൈലാസം. ഭഗവാൻ ശിവൻ എപ്പോഴും തപസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പർവ്വതത്തിന്റെ രാജാവ് ഹിമവന്തിന്റെ രാജ്യം കൈലാസത്തിന്റെ തൊട്ടടുത്തായിരുന്നു. പർവ്വത രാജാവിന്റെ വിവാഹം സ്വർഗത്തിലെ അപ്സരസ് മേനകയോടൊപ്പമാണ് നടന്നത്. അവരുടെ മകളാണ് പാർവതീദേവി. ആ പേര് ദേവിക്ക് എങ്ങനെ വന്നെന്നാൽ ദേവി പർവ്വത രാജാവിന്റെ മകളായതുകൊണ്ടാണ്. പാർവതീദേവി എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിശാലിയായിരുന്നു. എന്നുവച്ചാൽ വെരി ടാലന്റഡ് ഗേൾ. എന്നാൽ ചെറുപ്പകാലം തൊട്ടേ ദേവിയുടെ ആഗ്രഹം എന്തെന്നാൽ തന്റെ വിവാഹം ശിവഭഗവാനോടൊപ്പം നടക്കണമെന്നാണ്. ഒരു ദിവസം നാരദമുനി ഹിമാലയത്തിലെ രാജ്യത്തിലേക്ക് വന്നു. അവിടെ വന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മഹാത്മാവേ, പാർവതി എപ്പോഴും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തന്റെ വിവാഹം ഭഗവാൻ ശിവനോടൊപ്പം നടക്കണമെന്ന്, വേറെ ആരെയും വിവാഹം കഴിക്കില്ലെന്ന്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്നാൽ അദ്ദേഹത്തിന് പാർവതി ദേവിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ഹിമവന്ത് രാജാവ് ശിവനെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമുള്ള തന്റെ മകളുടെ ആഗ്രഹത്തെ മനസ്സ് മാറ്റിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ പാർവതി ദേവി ആ കാര്യത്തിൽ വാശി പിടിച്ചു. പാർവതി ദേവി അപേക്ഷിച്ചതുകൊണ്ട് ഹിമവന്ത് പാർവതി ദേവിയെ ഭഗവാൻ ശിവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ശിവഭഗവാനോട് പറഞ്ഞു, ഇന്നു മുതൽ പാർവതി താങ്കളെ സേവിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ് അന്നു മുതൽ ദേവി പാർവതി ശിവഭഗവാനെ പറ്റുന്നിടത്തോളം സേവ ചെയ്തു. പിന്നെ അദ്ദേഹത്തെ സന്തോഷപ്പെടുത്താൻ വേണ്ടി പൂജകളും ചെയ്യാൻ തുടങ്ങി. ആ സമയം അവിടെ താടകാസുരൻ എന്നൊരു അസുരൻ ജീവിച്ചിരുന്നു. അവൻ എങ്ങനെയുള്ള വരം വാങ്ങിച്ചിരുന്നെന്നാൽ ഭഗവാൻ ശിവന് ജനിക്കുന്ന മക്കളിലൂടെ മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന്. അതുകൊണ്ട് ശിവഭഗവാന് ഇപ്പോൾ കല്യാണം കഴിക്കേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് ആ രാക്ഷസനിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി ഭഗവാൻ ബ്രഹ്മാവ് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രേമത്തിന്റെ അധിപതിയായ മന്മഥനോട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞ് ശിവന് നേരെ ഒരു പ്രേമത്തിന്റെ അമ്പെയ്യാൻ പറഞ്ഞു. അതിലൂടെ അദ്ദേഹം പാർവതീദേവിയെ പ്രേമിക്കണമെന്നും പറഞ്ഞു. അതിനുശേഷം മന്മഥൻ തന്റെ പത്നി രതിയെയും കൊണ്ട് കൈലാസത്തിലേക്ക് പോയി. മന്മഥൻ കൈലാസത്തിൽ പോയി നോക്കിയപ്പോൾ ഭഗവാൻ ശിവൻ അവിടെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മന്മഥൻ ചിന്തിച്ചു, എങ്ങനെ ഇപ്പോൾ ഇദ്ദേഹത്തിന് നേരെ അമ്പെയ്യും? ബ്രഹ്മാവ് പറഞ്ഞ ജോലി എങ്ങനെ പൂർത്തീകരിക്കുമെന്ന് ചിന്തിച്ചു. അതിനുശേഷം പാർവതി ശിവനെ പൂജിച്ചുകൊണ്ടിരുന്ന സമയം മന്മഥൻ അദ്ദേഹത്തിന് നേരെ പ്രേമ അമ്പെയ്തു. അപ്പോൾ ശ്രദ്ധ തെറ്റി ഭഗവാൻ കണ്ണുകൾ തുറന്നു. ദേഷ്യത്തിൽ തന്റെ തൃക്കണ്ണുകൾ തുറന്ന് അതിൽ നിന്ന് അഗ്നി വെളിയിൽ വന്ന് മന്മഥനെ അവിടെ തന്നെ ഭസ്മമാക്കി. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ട് പാർവതി ദേവി പേടിച്ചുപോയി. അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട പാർവതിക്ക് അപ്പോഴാണ് എല്ലാം മനസ്സിലായത്. ഭഗവാൻ ശിവനെ എല്ലാവർക്കും സേവിച്ച് പ്രാർത്ഥിക്കാനേ പറ്റൂ. അദ്ദേഹത്തെ സേവിക്കുക മാത്രം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ദേവി തീരുമാനിച്ചു, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഠിനമായ തപസ് അനുഷ്ഠിച്ചേ മതിയാവൂ എന്ന്. ഒരു ദിവസം അതുവഴി വന്ന ഒരു മഹർഷി പാർവതി ദേവിയെ നോക്കി ഒരു ചോദ്യം ചോദിച്ചു. മകളെ, നീ എന്തിനാണ് ഇത്രയും വലിയ കഠിനമായ തപസ് ചെയ്യുന്നത്? അപ്പോൾ പാർവതി ആ കഠിന തപസ്സിന് പിന്നിലുള്ള കഥ ആ മഹർഷിയോട് സാവധാനം പറഞ്ഞു. അത് കേട്ടതും ആ മഹർഷി എന്തു പറഞ്ഞെന്നാൽ, ശിവൻ ഒരു ദുഷ്ടനാണ്. അതുകൊണ്ട് അവനെ വിശ്വസിക്കാനേ പാടില്ല. അവനെ വിശ്വസിക്കരുത്. അവനെ വിശ്വസിച്ചാൽ നീ ചതിക്കപ്പെടും. അങ്ങനെ പാർവതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഐഡിയയെല്ലാം ആ നിമിഷം വെറുതെ ആയി. പാർവതിക്ക് ആ മഹർഷി ഭഗവാൻ ശിവനെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ഒരുപാട് ദേഷ്യം വന്നു. അതിനുശേഷം ആ മഹർഷി പാർവതിക്ക് മുൻപിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നു നിന്നു. ആ മഹർഷി മറ്റാരുമല്ല, ഭഗവാൻ ശിവനായിരുന്നു. അദ്ദേഹം പാർവതി ദേവിയെ പരീക്ഷിക്കാൻ വന്നതാണ്. പാർവതി ശിവനെ കണ്ടതും അദ്ദേഹം അണിഞ്ഞ ആ മഹർഷിയുടെ വേഷം പാർവതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഭഗവാൻ ശിവൻ പാർവതി ദേവിയെ കല്യാണം കഴിക്കാൻ ശരിയെന്ന് പറഞ്ഞു. ഇക്കാര്യം കേട്ടറിഞ്ഞതും എല്ലാ മഹർഷിമാരും പാർവതിയുടെ അച്ഛനായ ഹിമവന്തിന്റെ അടുത്ത് പോയി തന്റെ മകൾ ശിവനെ കല്യാണം കഴിക്കുന്നത് ശരിയല്ലെന്ന് ആ കല്യാണം തടയാൻ ശ്രമിച്ചു. എന്നാൽ മറുവശത്ത് ഭഗവാൻ ശിവനും പാർവതി ദേവിയും വിവാഹവും കഴിച്ചു. അവരുടെ വിവാഹം
യഥാർത്ഥത്തിൽ വളരെ അതിശയമായി നടന്നു. വിവാഹം കഴിഞ്ഞതിനു ശേഷം ദേവന്മാർ എല്ലാവരും അടുത്ത ദിവസം തന്നെ ശിവഭഗവാന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, മന്മഥന് ജീവൻ തിരിച്ചു നൽകൂ എന്ന്. കാരണം ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് മന്മഥൻ അമ്പെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ശിവൻ പ്രേമത്തിന്റെ ദൈവമായ മന്മഥനെ ജീവനോടെ കൊണ്ടുവന്നു. ചില കാലങ്ങൾക്ക് ശേഷം ശിവഭഗവാനും പാർവതീദേവിക്കും ഒരു മകൻ ജനിച്ചു. അത് വേറെ ആരുമല്ല, മുരുകനാണ്. 6 മുഖമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഷൺമുഖനെന്ന് വിളിക്കും, 6 മുഖനെന്നും വിളിക്കും. കുട്ടികളെ, നമ്മൾ സ്നേഹത്തോടെ നോക്കില്ലേ നമ്മുടെ ഗണപതി? പഠനത്തിന്റെയും അറിവിന്റെയും ഭഗവാനാണ് അദ്ദേഹം. അദ്ദേഹവും ശിവഭഗവാന്റെ മകനാണ്. മുരുകൻ എല്ലാ ദേവന്മാരെയും ശല്യം ചെയ്തിരുന്നു. ആ താരകാസുരനെ വധിക്കുകയും ചെയ്തു. അതാണ് അസുരവധം. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശത്തിൽ ശ്രീശൈലം, ദ്രാക്ഷാരാമം, ശ്രീകാളഹസ്തി, വെമുലവാഡ ഇങ്ങനെയുള്ള ശിവക്ഷേത്രമുണ്ട്.